3 മക്കളെ വിളിച്ച് ഉപദേശം പറഞ്ഞു. വായിച്ചേ 6:1. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. എല്ലാം വിശദീകരിക്കാൻ നേരമില്ല. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ. ഒരു കാര്യം പറയാം, മാങ്ങാനങ്കാരോടും കൂടപ്പെട്ടവരോടും അപ്പനെ അമ്മയും ബഹുമാനിച്ചോണം. അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കണം. പ്രായമുള്ളതിന്റെ അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത്. മനസ്സിലായോ? അപ്പനെ അമ്മയും അവിടെ അല്ല കൊണ്ടിടേണ്ടത്. എവിടെ? തൊട്ടപ്പറ പേര് മറന്നു പോലും. മാങ്ങാൻ ഇവിടെ ആശ്രമത്തില് അഗതി മന്ദിരം. നിന്റെ അപ്പനെ അമ്മയെ നീ സംരക്ഷിക്കണം. നിന്റെ അമ്മ വൃത്തിയാകുമ്പം വേദനിപ്പിക്കരുത്. അപ്പൻ ജനിപ്പിച്ച ആളാ, വേദനിപ്പിക്കരുത്. ഉള്ള സാഹചര്യത്തിൽ അവരെ സംരക്ഷിച്ചോണം. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കൽ, എന്നിട്ട് അങ്ങ് പ്രവർത്തനം. തമ്പിയുടെ ഹൃദയം വേണോ? ലഹ്ലേക്ക് തമ്പിയുടെ ഹൃദയം വേണോ? സഭയ്ക്കുമാക്കുന്ന യേശു നിന്നെ നല്ല കാക്കത്തെറ്റാല് കിട്ടും. ആയിട്ടിച്ചതിൻ്റെ അന്തേ തള്ളി അന്വേഷിക്കാത്ത നീയാണോടെ ആത്മാവിനെ നേടി നടക്കുന്നേ. കേൾപ്പിയ ഹൃദയവേദന ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പൊതുവെ പറയുന്നത്. എത്ര മാതാപിതാക്കൾ വേദനിക്കുന്നു. ആശ്വാസഭവനി എത്ര എണ്ണത്തിനെ കൊണ്ടിട്ടിരിക്കുന്നു. അഗതി മന്ദിരത്തിൽ എത്ര എണ്ണം കിടക്കുന്നു. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച പെറ്റതള്ളയല്ലേ. പാടില്ല. നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ. ചില പാസ്റ്റർമാര് പോലും അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത വലിയ പൊന്നുമോന്മാരുണ്ട്. അവന്റെ സെന്ററിന്റെ ചുമതല, പിന്നെ ലോക്കലിന്റെ ചുമതല. ഇവന്റെ കുന്തക്കോടാലി നിന്നെ സെന്റർ. ഹൃദയത്തിന് വേദന ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അനേക സംഭവങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു. സ്മൃതി പത്രത്തില് നിന്റെ അപ്പനെ അമ്മയെ വേദനിപ്പിക്കരുത് കേട്ടോ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ പ്രാർത്ഥിച്ചത് അമ്പകടിച്ച് പൊട്ടിച്ചാലെന്ന് എടാ മച്ചി പശുവിന്റെ തോലയിലിട്ടടിച്ചാൽ വല്ല ഉണർവുണ്ടാകുമോ? ഇത് കൂടുതൽ എങ്ങനെയാ ഞാൻ പറയുന്നത്. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത വലിയ അവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. അതിന് നിന്നോട് ഒരു കാര്യം പറയാം. ചില സ്ത്രീകൾ ഭർത്താക്കന്മാരുടെയും ഇയാൾക്ക് എന്നെ അപ്പനും അമ്മയെന്ന് പറയുമ്പോൾ ഇത്തിരി തരണം. അപ്പനും അമ്മ എല്ലാവരുടെയും അല്ലേ? ദേവി നിങ്ങളുടെ മൂത്തതല്ലേ? അവൻ്റെയും കൂടെ അല്ലേ? തങ്കച്ചൻ നിങ്ങളുടെ ഇളയതല്ലേ? അവൻ്റെയും കൂടെ അല്ലേ? പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല. എന്നോട് ഞാനൊരു കാര്യം പറയാം. പിടിയടാ, ഇത് കൊടുക്കല്ല അവനും കൊടുക്ക. പിന്നെ എല്ലാം ഗുണമാകുന്ന ഗുണമാകട്ടെ. അപ്പനും അമ്മയ്ക്കും 100 മക്കൾ കാണും. പക്ഷെ നീ ചെയ്യേണ്ട കടമ നീ ചെയ്യണം. ചില സ്ത്രീകൾക്ക് ഞാൻ പറയുന്നത് കേട്ടേച്ച് വേണം എന്നോടൊക്കെ ഉണ്ടാക്കാൻ. ചില സ്ത്രീകൾക്ക് ഭർത്താവിന്റെ അമ്മ വരുന്ന ഇഷ്ടമല്ല, അവരുടെ അമ്മ വരുന്ന വലിയ ഇഷ്ടം. അമ്മച്ചിക്ക് ചായ വേണം, അമ്മച്ചിക്ക് നട്ട്സ് വേണം. തള്ളയ്ക്ക് പല്ല് പോലും ഇല്ല. ആർക്കടി നട്ട്സായി? പല്ലില്ലാത്ത കളവി തള്ളയ്ക്ക് നട്ട്സ്. അമ്മച്ചിക്ക് നട്ട്സ്, അമ്മച്ചിക്ക് ഹോർലിക്സ്. ഭർത്താവിന്റെ അമ്മ വരികയാണ് പറയും, ഈ തള്ളയും തന്നെ കൂടെ കുടിഞ്ഞോട്ട് തള്ളിക്കൊണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പറയാം, എൻ്റെ അഭിപ്രായമാണ്. ഇഷ്ടമുണ്ട് ചോദിച്ചാൽ മതി. ഭാര്യയുടെ അപ്പനെയും അമ്മയും ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയും ഒരുപോലെ കരുതി 4 പേരെയും ബഹുമാനിക്ക്. 4 ഭാര്യ ഒക്കെന്നെങ്കിൽ ശുശ്രൂഷയ്ക്ക്. നിനക്ക് നിന്റെ സന്തതിക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഉപദേശമാരോടും പറയാം, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്ത ഏതെങ്കിലും വാറുതാനുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി മാറല്ല. ആണ്ടോടാണ്ടൊക്കെ ജനറൽ കൺവെൻഷൻ ഭയങ്കര ആളായിരുന്നു കേട്ടോ. നല്ലതാ, ഗുണമാക്. മാതാപിതാക്കളെ ബഹുമാനിക്ക്, അപ്പനെ അമ്മയെ ശുശ്രൂഷിക്ക്. എൻ്റെ പ്രിയരെ, അപേക്ഷിക്കുക, അവരെ വൃദ്ധസദനത്തിൽ വിടരുത്. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മയല്ലേ. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഇന്നത്തെ വളത്താണോ പണ്ടത്തെ വളത്ത്? അയ്യോ, പൊത്താനൊക്കെ ഊതി കത്തിക്കുക.
കാലവർഷമാണ്, ഇതെല്ലാം നനഞ്ഞിരിക്കും. ഊതി ഊപ്പാട് വരും, കണ്ണു കൂടെ പുകയും കയറി വെള്ളം ചാടി അല്ലേ. ഇപ്പം വെടിവെക്കുമ്പോ കത്തും. അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ടാണ് നിന്റെ അമ്മ നിന്നെ വളർത്തിയത് കേട്ടോ. വേദനിപ്പിക്കരുത്. മക്കളെ വളർത്താൻ ഇന്ന് ഞാൻ ഇച്ചിരി സമയം എടുക്കുക. എന്നാ പ്രശ്നം വന്ന് എൻ്റെ പാലൊന്നും പിടിച്ച് വലിച്ചാക്കരുത്. ഇന്നത്തെ വളർത്തല്ല അന്നത്തെ വളർത്ത്. കറണ്ടില്ല, മിക്സിയിൽ വർക്ക് ചെയ്യില്ല, ഫ്രിഡ്ജൊന്നുമില്ല. അന്നത്തെ കാലം വിളമ്പ് വന്നാൽ ചിലപ്പോൾ അമ്മയ്ക്ക് കാണത്തില്ല. പറ്റും വെള്ളവും കഴിച്ച അമ്മ നമ്മളെ വളർത്തിയത് കേട്ടോ. വേദനിപ്പിക്കരുത്. പണ്ടത്തെ വളർത്ത് അമ്മയുടെ ഓരം ചേർന്നല്ലേ കുഞ്ഞ് കിടക്കുന്നേ അല്ലേ. അമ്മയുടെ ചൂട് പറ്റി. അന്നത്തെ കാലത്തെ അമ്മയൊന്ന് മയങ്ങിയപ്പം ഒരു നനവ് നോക്കിയപ്പം കുഞ്ഞ് മൂത്രം ഒഴിച്ചു. ഉടനെ ചാടി എഴുന്നേറ്റു. ആ തുണി മാറി. പണ്ടൊക്കെ കച്ചമുറിയോ വെള്ളത്തുണി കീറി അങ്ങനല്ലേ അമ്മേ, അങ്ങനല്ലേ. ഉടനെ അത് മാറി വേറെ തുണി വെച്ചു കുഞ്ഞിനെ ഒന്നുകൂടെ പുതപ്പിച്ച്. ചിലപ്പോൾ അമ്മയുടെ വസ്ത്രത്തിലും പറ്റിയെങ്കിൽ അത് മാറി. അപ്പനെ ചില അമ്മ ശല്യപ്പെടുത്തുകയല്ല. അപ്പനിങ്ങനെ മോട്ടോർ ഫിറ്റ് ചെയ്ത പോലെ പറ കിടക്കുകയായിരിക്കും. ചില അമ്മമാർ പറയോ ക്ഷീണിച്ച് വന്ന് കിടന്നു. അമ്മയാ കൂടുതൽ കഷ്ടപ്പെടുന്നു ഇല്ലേ. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അങ്ങനെ വലിയ വളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം തുണിയല്ലല്ലോ, മറ്റേ കുന്തമല്ലേ. എന്തുവാ എന്താ പറയുന്നത്? കൊച്ചിനെ കുളിപ്പിച്ച് കട്ടിലേക്ക് വെച്ച് കാല് പൊക്കി വെച്ച് അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അതെടുത്ത് അങ്ങോട്ട് വെച്ച് തിരിച്ചോട്ട് വെച്ച് അമുക്കി താണ്ട കിടക്കുന്ന കൊച്ച് അതവിടെ കിടന്ന് വെടുക്കുകയോ അത് ഊറുകയോ അത് ഉപ്പുകയോ നേരം വെളുക്കുമ്പോൾ തേനീച്ചക്കൂട് പോലെ ഇങ്ങനെ കിടക്കും. ഇതാ ഇപ്പോഴത്തെ വളർത്ത്. പണ്ട് കാലത്ത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത്. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച നിന്റെ അമ്മയെ ഒന്നുകൂടെ ഞാൻ ഊന്നി പറയാം. വൃദ്ധസദനത്തിൽ അയക്കരുത്, അഗതി മന്ദിരത്തിൽ വിടരുത്. കട്ടതയാന്നേലും ബുദ്ധിമുട്ടാന്നേലും ചൂട് കഞ്ഞി മുളകുടച്ചതയുള്ള മതി കൊടുക്ക്. നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന കാര്യം യോജിക്കുന്നെങ്കിൽ മാത്രം ഒന്ന് കാര്യം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഇത്രയും പേര് യോജിക്കുന്നില്ല. മതി, ഞാനും കൃതാർത്ഥനായി. ഞാൻ വന്നത് ഗുണമായല്ലോ. സ്തോത്രം.